നമ്മുടെ ഈ രണ്ട് കണ്ണുകൾ പുറം ലോകത്തെ കാണുമ്പോൾ തേടൈ നമ്മുടെ ആന്തരിക പ്രപഞ്ചത്തെ തുറക്കുകയാണ്. ഇതൊരു മാന്ത്രിക വിദ്യയല്ല, മറിച്ച് നമുക്കുള്ളിലെ ഊർജത്തിന്റെ അത്ഭുതകരമായ ഒരു രൂപാന്തരമാണ്. സാധാരണ കണ്ണുകളിലെ ചലനം നമ്മൾ ബോധപൂർവം നിർത്തുമ്പോൾ പുറത്തേക്കൊഴുകുന്ന ഊർജം ഇവിടെ തടസ്സപ്പെടുകയാണ്. ആ ഊർജം മറ്റൊരു വഴി തേടി നമ്മുടെ പുരികങ്ങൾക്കിടയിലുള്ള കേന്ദ്രത്തിലേക്ക്, തേടയിലേക്ക് കുതിച്ചെത്തും. അവിടെ അഗ്നി ജ്വലിക്കും, സൂക്ഷ്മദൃഷ്ടി ഉണരും. ഇതിലൂടെ നമ്മൾ ദർശിക്കുക ഒരാളുടെ ശരീരത്തെയല്ല, മറിച്ച് അയാളുടെ ആത്മാവിനെയും പ്രഭാവലയത്തെയുമാണ്. ഇത് വെറും ഒരു ഭാവനയല്ല, മറിച്ച് ഉറവിടമില്ലാത്ത ആന്തരിക വെളിച്ചമാണ്. നമ്മെ ഒരു പുതിയ മനുഷ്യനാക്കുന്ന, മരണത്തെ പോലും സാക്ഷിയായി കാണാൻ പഠിപ്പിക്കുന്ന മഹത്തായ അനുഭവം. പ്രിയമുള്ളവരെ, നമസ്കാരം. നമ്മൾ നിരീക്ഷണത്തിൻ്റെ വിവിധ വിദ്യകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? കഴിഞ്ഞിട്ടില്ല, ഇനിയുമുണ്ട്. എന്തുകൊണ്ടാണ് ഈ വിദ്യകളെല്ലാം തന്നെ നമ്മുടെ കണ്ണുകളിൽ ഇത്രയധികം കേന്ദ്രീകരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ സാധാരണ രണ്ട് കണ്ണുകളും മൂന്നാം കണ്ണും തമ്മിലുള്ള നിഗൂഢമായ ബന്ധത്തെക്കുറിച്ചാണ്. നമ്മുടെ ഈ രണ്ട് ബാഹ്യനേത്രങ്ങൾ നിശ്ചലമാകുമ്പോൾ നമുക്കുള്ളിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം നമുക്ക്. ദിവ്യബോധം എന്ന നമ്മുടെ ഈ പ്രകാശയാത്രയിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ആത്മീയ പര്യവേഷണത്തിൽ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് തേടൈ എന്ന വിസ്മയത്തിന് മുൻപിലാണ്. ഇവിടെ നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ട മനോഹരമായ സത്യമെന്നത് നമ്മുടെ രണ്ട് ബാഹ്യനേത്രങ്ങളിലൂടെ ഈ പ്രപഞ്ചത്തെ ദർശിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന അതേ ഊർജം തന്നെയാണ് തേടയിലും ഉള്ളതെന്നാണ്. ഇവിടെ പുതിയൊരു പ്രകാശമോ ഊർജമോ സൃഷ്ടിക്കപ്പെടുന്നില്ല, മറിച്ച് പണ്ടേ നമുക്കുള്ളിലെ ആ ചൈതന്യം അതിൻ്റെ പാത മാറ്റാൻ തയ്യാറെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മുടെ ഈ കണ്ണുകൾ പുറം ലോകത്തെ സ്പർശിക്കുമ്പോൾ നമ്മൾ ഭൗതികതയെ അറിയുകയാണ്. എന്നാൽ എന്നാണോ ഈ കാഴ്ചകൾ നിശ്ചലമാകുന്നത്, അന്ന് നമുക്കുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ തേടൈ ഉണരാൻ തുടങ്ങും. അത് പണ്ടേ അവിടെയുണ്ട്, പക്ഷേ പ്രവർത്തനരഹിതമായ ഒരു കവാടമായി അതവിടെ കാത്തിരിക്കുകയായിരുന്നു. അതിനാകെ പ്രവർത്തിക്കാൻ വേണ്ടത് ഊർജമാണ്. ആ ഊർജം നമ്മുടെ ബാഹ്യനേത്രങ്ങളിൽ നിന്ന് മോചിക്കപ്പെടുമ്പോൾ അത് സ്വാഭാവികമായും ഈ പുതിയ കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തും. ഇവിടെയാണ് നിരീക്ഷണ വിദ്യകളുടെ ആ നിഗൂഢമായ തന്ത്രം ഒളിഞ്ഞിരിക്കുന്നത്. നമ്മളൊരു ബിന്ദുവിലേക്കോ ഒരു രൂപത്തിലേക്കോ കണ്ണിമയ്ക്കാതെ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ കല്ലുകളെ പോലെ നിശ്ചലമാകുമ്പോൾ ഊർജത്തിൻ്റെ പുറത്തേക്കുള്ള ഒഴുക്ക് അവിടെ തടസ്സപ്പെടുകയാണ്. ഊർജത്തിന്റെ സ്വഭാവം എന്നത് നിരന്തരമായ ചലനമാണ്. അതിന് ഒരിടത്തും അടങ്ങിയിരിക്കാൻ കഴിയില്ല. പുറത്തേക്കുള്ള വാതിലുകൾ അടയ്ക്കപ്പെടുമ്പോൾ ആ ഊർജം കുറഞ്ഞ തടസ്സമുള്ള പാത അന്വേഷിക്കും. കണ്ണുകളിൽ നിന്ന് പിൻവലിയുന്ന ആ ചൈതന്യത്തിന്റെ പ്രവാഹം സ്വാഭാവികമായും നമ്മുടെ മൂന്നാം കണ്ണിലേക്ക് കുതിച്ചെത്തും. ഒരു നദിക്കതിൻ്റെ സ്വാഭാവികമായ വഴിയിൽ തടസ്സം നേരിടുമ്പോൾ മറ്റൊരു വഴിയിലൂടെ കുതിച്ചൊഴുകുന്നത് എത്രത്തോളം സഹജമാണോ അത്രത്തോളം ലളിതമാണ് നമുക്കുള്ളിലെ ഈ ഊർജ പരിവർത്തനവും. എന്നാൽ മൂന്നാം കണ്ണ് നമ്മുടെ മാംസനിർമ്മിതമായ ശരീരത്തിന്റെ ഭാഗമല്ല. ഈ രഹസ്യം നമ്മൾ വിസ്മയത്തോടെ തിരിച്ചറിയേണ്ടതാണ്. നമ്മുടെ തലയോട്ടി സ്കാൻ ചെയ്തതുകൊണ്ടോ എക്സ്റേ എടുത്തതുകൊണ്ടോ കണ്ടെത്താൻ കഴിയുന്ന ഒന്നല്ല ഈ മൂന്നാം കണ്ണ്. നമ്മുടെ ഭൗതിക ശരീരത്തിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന സൂക്ഷ്മ ശരീരത്തിൻ്റെ അഥവാ നമ്മുടെ ഗൂഢശരീരത്തിൻ്റെ ഭാഗമാണ് തേടൈ എന്നത്. നമ്മുടെ കണ്ണുകൾ ഭൗതികമായ ദ്രവ്യത്തെ മാത്രമല്ലേ ദർശിക്കുന്നുള്ളൂ. എന്നാൽ നമ്മിൽ തേടൈ ഉണരുന്നതോടുകൂടി നമ്മുടെ കാഴ്ചയുടെ മാനം തന്നെ മാറുകയാണ്. അവിടെ നമ്മൾ ഒരാളുടെ നേരെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് അയാളുടെ ശരീരത്തെ ആയിരിക്കില്ല, മറിച്ച് ആ ശരീരത്തിനുള്ളിൽ വസിക്കുന്ന പ്രകാശത്തെ ആയിരിക്കും. അയാളുടെ പ്രാണനെ, അയാളുടെ ആത്മാവിനെ ആയിരിക്കും നമ്മൾ കാണുക.
ഭൗതിക ദൃഷ്ടികൾക്ക് അദൃശ്യമായ ആ സൂക്ഷ്മലോകം തേടയിലൂടെ സ്പഷ്ടമായി തീരുകയാണ്. നമ്മുടെ ഈ ശരീരം നശിക്കുമ്പോഴും നശിക്കാത്ത ആ സൂക്ഷ്മ ശരീരം നമ്മുടെ ബോധത്തെ അടുത്ത ജന്മങ്ങളിലേക്ക് വഹിച്ചു കൊണ്ടുപോകും. ആ സൂക്ഷ്മ ശരീരത്തിൻ്റെ കവാടമായ മൂന്നാം കണ്ണിലൂടെ നമ്മൾ ലോകത്തെ ദർശിക്കാൻ തുടങ്ങുന്ന നിമിഷം നമ്മൾ മരണമില്ലാത്ത ആ മഹാസത്യത്തോടടുക്കും. കാഴ്ച അറിവായി മാറുന്ന, അറിവ് അനുഭവമായി മാറുന്ന ആ മുഹൂർത്തം നമുക്കുള്ളിലെ വെളിച്ചത്തെ ഉണർത്തും. ഈ പ്രവാഹം നമ്മെ എങ്ങോട്ടാണ് നയിക്കുന്നതെന്നും തേടയുണരുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള പ്രഭാവലയങ്ങളിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നതെന്നും നമുക്ക് കൂടുതൽ ആഴത്തിൽ സ്പർശിക്കാം. ഇപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് നിശബ്ദമായ നമ്മുടെ ഈ കണ്ണുകൾ നമുക്കുള്ളിലെ മഹാ ആകാശത്തിലേക്കുള്ള താക്കോലുകളാണെന്നാണ്. നമ്മുടെ തേടൈ ഉണരുന്ന നിമിഷം നമ്മൾ സത്യത്തിൽ ഒരു പുതിയ മാനത്തിലേക്ക്, പുതിയൊരു ഡൈമെൻഷനിലേക്ക് പ്രവേശിക്കുകയാണ്. ഭൗതികമായ ഈ കണ്ണുകൾക്ക് ദ്രവ്യത്തെ അല്ലാതെ മറ്റൊന്നിനെയും ദർശിക്കാൻ കഴിയില്ല. എന്നാൽ മൂന്നാം കണ്ണെന്നത് സൂക്ഷ്മ ശരീരത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ അത് നമ്മെ എത്തിക്കുന്നത് സൂക്ഷ്മ ലോകത്തിൻ്റെ അഗാധതകളിലേക്കാണ്. നമ്മൾ ഒരാൾക്ക് നേരെ നോക്കുമ്പോൾ മുമ്പ് കണ്ടിരുന്ന ആ മാംസ ശരീരം അവിടെ അപ്രത്യക്ഷമാകുകയും ആ ശരീരത്തിനുള്ളിൽ വസിക്കുന്ന പ്രാണന്റെ സ്പന്ദനങ്ങൾ നമുക്ക് ദൃശ്യമാകുകയും ചെയ്യും. ഭൗതിക കണ്ണുകൾക്ക് അദൃശ്യമായ പലതും, അതൊരു പ്രേതമായാലോ അതോ സൂക്ഷ്മമായ മറ്റേതെങ്കിലും അസ്തിത്വമായാലും, തേടയുണർന്ന ഒരാൾക്ക് അത് സ്വാഭാവികമായ കാഴ്ച മാത്രമാണ്. കാരണം സൂക്ഷ്മമായതിനെ ദർശിക്കാൻ സൂക്ഷ്മമായ ദൃഷ്ടി തന്നെ വേണമെന്നതാണ് പ്രപഞ്ചത്തിൻ്റെ ലളിതമായൊരു നിയമം. ഈ കാഴ്ചകളെല്ലാം തന്നെ നമ്മെ എത്തിക്കുന്നത് അതിശയകരമായ ചില ബോധ്യങ്ങളിലേക്കാണ്. ഉദാഹരണത്തിന് മരണത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ്. നമുക്കറിയാം, നമ്മുടെ വൈദ്യശാസ്ത്രത്തിന് ഒരിക്കലും മരണം എപ്പോൾ സംഭവിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അവർക്ക് ലക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി ചില സാധ്യതകൾ മാത്രമേ പറയാൻ സാധിക്കൂ. അങ്ങനെയല്ലേ? ഇതിനോടൊപ്പം തന്നെ നമ്മൾ തിരിച്ചറിയുന്ന മറ്റൊരു സത്യമാണ് പ്രഭാവലയം അഥവാ ഓറ എന്നത്. ഓരോ മനുഷ്യന് ചുറ്റും പ്രകാശത്തിൻ്റെ ഒരു ആവരണം നിലനിൽക്കുന്നുണ്ട്. ഒരാൾക്ക് തൻ്റെ വാക്കുകൾ കൊണ്ട് മറ്റൊരാളെ വഞ്ചിക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷെ തൻ്റെ പ്രഭാവലയത്തെ വഞ്ചിക്കാൻ അയാൾക്ക് കഴിയില്ല. ഇത് പരമമായൊരു സത്യമാണ്. അതുപോലെ തന്നെ ഈ ആന്തരിക ദൃഷ്ടി പുരുഷന്മാരിലും സ്ത്രീകളിലും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് മഹാവീരനെയും ബുദ്ധനെയും പോലുള്ള മഹാത്മാക്കൾക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. സ്ത്രീ ശരീരത്തിലെ ആർത്തവ ചക്രം അവളുടെ പ്രഭാവലയത്തിൽ ഓരോ മാസവും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെന്നും അത് ആത്മീയമായ ഊർജ ക്രമീകരണത്തെ ബാധിക്കുമെന്നും അവർ നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ തന്ത്ര ഈ വശത്തെ മറ്റൊരു രീതിയിലാണ് കണ്ടത്. ഒരു സ്ത്രീക്ക് തൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെടാൻ പുരുഷന്മാരെക്കാൾ കൂടുതൽ എളുപ്പത്തിൽ സ്ത്രീകൾക്ക് കഴിയുമെന്നാണ് തന്ത്ര പഠിപ്പിക്കുന്നത്. കാരണം അവളുടെ ശരീരം ഒരു യാന്ത്രിക സംവിധാനം പോലെ തനിയെ പ്രവർത്തിക്കുമ്പോൾ അവൾക്ക് അതിൽ നിന്ന് സാക്ഷിയായി മാറാൻ കൂടുതൽ എളുപ്പമാണ്. ഇത് തന്ത്ര പറയുന്നതാണ്. ഒരു പുരുഷൻ തൻ്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ അവനതിൽ കൂടുതൽ മുഴുകുകയാണ് ചെയ്യുന്നത്. തേടയിലൂടെയുള്ള ഓരോ ദർശനവും നമ്മെ ഭൗതികതയുടെ അതിർവരമ്പുകൾ ഭേദിക്കാൻ സഹായിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ബാഹ്യനേത്രങ്ങൾ നിശ്ചലമാകുകയും ഊർജമുള്ളിലെ ഈ നിഗൂഢ കേന്ദ്രത്തിൽ വന്ന് മുട്ടുകയും ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്ന ആ സ്ഫോടനം നമ്മെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റുകയാണ്. അപ്രത്യക്ഷമായിരുന്ന പലതും ദൃശ്യമാകുന്ന, അറിഞ്ഞിരുന്ന പലതും വെറും നിഴലുകളായി മാറുന്ന ഈ അത്ഭുതകരമായ പ്രവാഹം നമുക്കുള്ളിലെ ആ നിത്യപ്രകാശത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. നമ്മൾ പരിശീലിക്കുന്ന എല്ലാ നിരീക്ഷണ വിദ്യകളും സത്യത്തിൽ നമ്മുടെ മൂന്നാം കണ്ണിനെ ഉണർത്താനുള്ള നേരിട്ടുള്ള താക്കോലുകളാണ്. നമ്മൾ നമ്മുടെ കണ്ണുകളെ അടച്ചു പിടിക്കുമ്പോൾ
അല്ലെങ്കിൽ അവയെ ചലിക്കാൻ അനുവദിക്കാതെ ഒരിടത്ത് ഉറപ്പിച്ചു നിർത്തുമ്പോൾ ആ കണ്ണുകളിലൂടെയുള്ള ഊർജപ്രവാഹം നിലയ്ക്കും. ഊർജം ഒഴുകുന്നത് കൊണ്ടാണ് നമ്മുടെ കണ്ണുകൾ ഇമവെട്ടുന്നതും ചലിക്കുന്നതുമല്ല. എന്നാൽ ബോധപൂർവം നമ്മൾ ആ ചലനങ്ങളെ തടയുമ്പോൾ ഊർജം ആ വാതിലുകളിൽ വന്ന് മുട്ടും. ഊർജത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം എന്നത് ചലനമാണല്ലോ. അതിനൊരിക്കലും നിശ്ചലമായിരിക്കാൻ കഴിയില്ല. കണ്ണുകൾ അടയ്ക്കപ്പെടുമ്പോൾ പുറത്തേക്ക് പോകാൻ വഴിയില്ലാതെ ആ ചൈതന്യം സ്വാഭാവികമായും ഏറ്റവും അടുത്തുള്ള മറ്റൊരു കേന്ദ്രം തേടി യാത്ര തുടങ്ങും. നമ്മുടെ പുരികങ്ങൾക്ക് മധ്യയായാണ് നമ്മുടെ മൂന്നാം കണ്ണിൻ്റെ സ്ഥാനമെന്ന് നമുക്കറിയാം. വെള്ളത്തിൻ്റെ ഒഴുക്ക് ഒരിടത്ത് തടഞ്ഞാൽ അതൊരു മറ്റൊരു വിടവ് കണ്ടെത്തി കുതിച്ചൊഴുകുന്നത് പോലെ കണ്ണുകളിൽ നിന്ന് മോചിക്കപ്പെടുന്ന ഊർജം മൂന്നാം കണ്ണിലേക്ക് പ്രവഹിക്കും. ഈ പ്രവാഹം ഒരു പുതിയ പ്രപഞ്ചത്തിനായുള്ള കവാടമാണ് നമുക്ക് മുന്നിൽ തുറക്കുന്നത്. ഒരിക്കൽ മൂന്നാം കണ്ണിലൂടെ ഊർജം ഒഴുകാൻ തുടങ്ങിയാൽ ഇതുവരെ ദർശിക്കാത്ത കാഴ്ചകളും കേൾക്കാത്ത ശബ്ദങ്ങളും അനുഭവിക്കാത്ത ഗന്ധങ്ങളും നമ്മിലേക്ക് വന്നു ചേരും. ഇത് നമ്മുടെ ബോധത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തും. മരണത്തെ പോലെയുള്ള സൂക്ഷ്മ പ്രതിഭാസങ്ങളെ മുൻകൂട്ടി അറിയാൻ ഈ ദൃഷ്ടി നമ്മെ പ്രാപ്തരാക്കും. മരണമെന്നത് ശാരീരികമായ ഒരു പ്രവൃത്തിയല്ല, മറിച്ച് അതൊരു സൂക്ഷ്മ പ്രതിഭാസമാണ്. എന്നാൽ തേടൈ ഉണർന്ന ഒരാൾക്ക് മരണം സംഭവിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അതിൻ്റെ നിഴൽ ഒരാളുടെ പ്രഭാവലയത്തിൽ വീഴുന്നത് കാണാൻ സാധിക്കും. മരണം അതിൻ്റെ കറുത്ത നിഴൽ പ്രഭാവലയത്തിൽ പതിപ്പിച്ചു കഴിഞ്ഞാൽ അത് തേടയിലൂടെ സ്പഷ്ടമായും കാണാൻ കഴിയും. ഒരു കുട്ടി ജനിക്കുന്ന നിമിഷം തന്നെ അവൻ്റെ മരണസമയത്തെക്കുറിച്ച് സൂചനകൾ നൽകാൻ ഈ ആന്തരിക ദൃഷ്ടിക്ക് സാധിക്കും. നമ്മുടെ ഈ ആന്തരിക ദൃഷ്ടിയിലൂടെ ഒരാളെ നോക്കുമ്പോൾ നമ്മൾ അയാളുടെ ശരീരത്തെയല്ല കാണുന്നത്, മറിച്ച് ആ ശരീരത്തിനുള്ളിൽ വസിക്കുന്ന പ്രാണനെയാണ്. ഈ പ്രക്രിയക്കിടയിൽ അനുഭവപ്പെടുന്ന ശാരീരിക മാറ്റങ്ങൾ അതീവ ശ്രദ്ധ അർഹിക്കുന്നതാണ്. എത്രയോ ജന്മങ്ങളായി ഊർജം എത്താത്തതുകൊണ്ട് തണുത്തുറഞ്ഞു കിടക്കുന്ന നമ്മുടെ മൂന്നാം കണ്ണിൻ്റെ ഭാഗത്തേക്ക് ആദ്യമായി ഊർജം പ്രവഹിക്കുമ്പോൾ അവിടെ കഠിനമായ ചൂടനുഭവപ്പെടും. ചിലപ്പോൾ ആ എരിച്ചിൽ നമ്മുടെ ചർമ്മത്തെ പോലും ബാധിച്ചേക്കാം. അതുകൊണ്ടാണ് ഇന്ത്യയിൽ മൂന്നാം കണ്ണിൻ്റെ സ്ഥാനത്ത് ചന്ദനവും തിലകക്കുറിയുമെല്ലാം ചാർത്തുന്നത്. ഉള്ളിൽ അഗ്നി ഒഴുകുമ്പോൾ ആ ഭാഗത്തെ തണുപ്പിക്കുവാനുള്ള ഒരു മാർഗമാണിത്. അതുപോലെ ഊർജം അതീവമായി കേന്ദ്രീകൃതമാകുമ്പോൾ അത് ഉള്ളിൽ നിന്നുള്ള ഒരു വെടിയുണ്ട പോലെ പ്രവർത്തിച്ചേക്കാം. മെക്സിക്കോയിലും ടിബറ്റിലും കണ്ടെത്തിയ പുരാതനമായ പല തലയോട്ടികളിലും മൂന്നാം കണ്ണിൻ്റെ സ്ഥാനത്ത് കൃത്യമായ ദ്വാരങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതൊരു വെടിയുണ്ട കൊണ്ടുണ്ടായതാണെന്നാണ് പലരും ധരിച്ചിരുന്നത്. സത്യത്തിൽ അത് കേന്ദ്രീകൃതമായ ഊർജം പുറത്തേക്ക് കുതിച്ചപ്പോൾ സംഭവിച്ച സ്ഫോടനത്തിന്റെ അടയാളങ്ങളാണ്. ടിബറ്റിൽ മൂന്നാം കണ്ണിന്റെ തടസ്സങ്ങൾ മാറ്റാൻ ശസ്ത്രക്രിയകൾ വരെ നിലവിലുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഊർജം മൂന്നാം കണ്ണിൽ വന്ന് മുട്ടുന്ന ആ നിമിഷം നമ്മൾ വല്ലാത്തൊരു പിരിമുറുക്കം അനുഭവിച്ചേക്കാം. ഈ അഗ്നിജ്വാല ഒരു വെടിയുണ്ട പോലെ തലയോട്ടിയിലേക്ക് തുളച്ചു കയറാൻ തുടങ്ങുന്നു എന്ന് തോന്നിയാൽ ഉടൻ തന്നെ ആ പരിശീലനം നിർത്തുകയും കണ്ണുകൾ തുറന്ന് അവയെ വേഗത്തിൽ ചലിപ്പിക്കുകയും ചെയ്യണം. അപ്പോൾ ആ ഊർജം വീണ്ടും ബാഹ്യ നേത്രങ്ങളിലൂടെ ഒഴുകും. ആത്മീയ യാത്രയിലെ ഇത്തരം അപകട സാധ്യതകളെക്കുറിച്ച് നമ്മൾ എപ്പോഴും ബോധവാനായിരിക്കണം. അത് അത്യാവശ്യമാണ്. മൂന്നാം കണ്ണെന്ന അത്ഭുതം നമുക്കുള്ളിലെ പ്രകാശത്തിലേക്കുള്ള വാതിലായി തീരുമ്പോഴാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിന് അപ്പുറത്തുള്ള സത്യങ്ങളെ സ്പർശിക്കാൻ തുടങ്ങുന്നത്. മൂന്നാം കണ്ണ് ഉണരുന്നതോടുകൂടി നമ്മൾ ദർശിക്കുന്നത് വെറുമൊരു പ്രകാശത്തെയല്ല, മറിച്ച് ഓരോ ജീവജാലത്തിന് ചുറ്റുമുള്ള പ്രഭാവലയങ്ങളെയാണ്. ഒരു വ്യക്തിക്ക് തൻ്റെ വാക്കുകൾ കൊണ്ട് ലോകത്തെ വഞ്ചിക്കാൻ കഴിഞ്ഞേക്കാം, എന്നാൽ തൻ്റെ പ്രഭാവലയത്തെ വഞ്ചിക്കാൻ അയാൾക്കൊരിക്കലും കഴിയില്ല. ഒരാൾ താൻ അതീവ ശാന്തനാണെന്ന് അവകാശപ്പെടുമ്പോഴും ആ ആളെ മൂന്നാം കണ്ണിലൂടെ നോക്കുന്ന ഒരാൾക്ക് അയാൾക്ക് ചുറ്റുമുള്ള ആ ചുവന്ന അഗ്നിവലയം ദർശിക്കാനാകും. അതയാൾ ഉള്ളിൽ കോപത്താൽ നിറഞ്ഞിരിക്കുകയാണെന്ന് വിളിച്ച് പറയുന്നുണ്ടാകും.
പണ്ടുകാലത്ത് ഗുരുക്കന്മാർ ശിഷ്യരെ തിരഞ്ഞെടുത്തിരുന്നത് അവരുടെ ആഗ്രഹങ്ങൾ നോക്കിയായിരുന്നില്ല, മറിച്ച് അവരുടെ പ്രഭാവലയത്തിൻ്റെ പക്വത നോക്കിയായിരുന്നു. ആ പ്രഭാവലയം തയ്യാറാകാത്ത പക്ഷം ശിഷ്യപ്പെടാനുള്ള എത്ര വലിയ ആഗ്രഹവും ഗുരുക്കന്മാർ നിരസിക്കുമായിരുന്നു. കാരണം മൂന്നാം കണ്ണിലൂടെയുള്ള ആ പരിശോധനയിൽ ഒരാളുടെ ആന്തരിക സത്യം പൂർണ്ണമായും വെളിവാക്കപ്പെടുകയാണ് അവിടെ. ഇവിടെയാണ് ഊർജത്തിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ചും നമ്മൾ ജാഗ്രത പാലിക്കേണ്ടത്. ഈ ഹിപ്നോട്ടിസത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കാന്തശക്തിയുള്ള കണ്ണുകളുള്ളവരായിരിക്കും. അവർ അതിനുവേണ്ടി ത്രാടകം പോലുള്ള വിവിധ വിദ്യകൾ പരിശീലിക്കുന്നുമുണ്ട്. ഇക്കൂട്ടർ പലപ്പോഴും തങ്ങളുടെ ഊർജത്തെ ബലം പ്രയോഗിച്ച് കണ്ണുകളിലൂടെ പുറത്തേക്കൊഴുകി മറ്റുള്ളവരെ അടിമപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. റഷ്യയിലെ റാസ്പുട്ടിനെ പോലെയുള്ളവർ ഇത്തരം കാന്തശക്തിയുള്ള കണ്ണുകൾ കൊണ്ട് ഒരു സാമ്രാജ്യത്തെ തന്നെ വശീകരിച്ചിരുന്നു. എന്നാൽ മറ്റുള്ളവരെ വശീകരിക്കാൻ ആത്മീയ ഊർജത്തെ ഉപയോഗിക്കുന്നത് കറുത്ത മാന്ത്രികതയാണ്. അത് നമ്മുടെ അഹംബോധത്തെ തൃപ്തിപ്പെടുത്തിയേക്കാം, പക്ഷെ ആത്മീയമായി നമ്മെ ശൂന്യനാക്കി മാറ്റും. പ്രിയമുള്ളവരെ, യഥാർത്ഥ ആത്മീയത എന്നത് മറ്റുള്ളവരെ കീഴടക്കലല്ല, മറിച്ച് സ്വയം കീഴടക്കലാണ്. ബുദ്ധനെ പോലെയുള്ള മഹാത്മാക്കൾ ആരെയും അടിമപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും അവരുടെ സാന്നിധ്യത്തിൽ നമ്മൾ കീഴടങ്ങിപ്പോകുന്നത് അവർ തങ്ങളുടെ തന്നെ നാഥന്മാരായതുകൊണ്ടാണ്. അവരുടെയെല്ലാം അവസാന വചനം എപ്പോഴും നീ നിനക്ക് തന്നെ വിളക്കാകുക എന്നാണ്. നമുക്കുള്ളിൽ ഊർജം വളരുമ്പോൾ അത് മറ്റുള്ളവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുവാനുള്ള ഒരു വാസന നമ്മുടെ മനസ്സ് പുറത്തെടുക്കും. ആരെങ്കിലും രോഗിയായിരിക്കുമ്പോൾ അവരെ തൊട്ട് സുഖപ്പെടുത്തുവാനോ നമ്മുടെ കഴിവുകൾ കാണിക്കുവാനുള്ള പ്രലോഭനം നമ്മിൽ വളരും. എന്നാൽ ഇത്തരം പ്രവൃത്തികൾ നമ്മുടെ ആത്മീയ ഊർജത്തെ പാഴാക്കി കളയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങളുടെ വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയരുതെന്ന്. സൂഫി മിസ്റ്റിക്കുകൾ പറയുന്നത് ഊർജം നിങ്ങളിലേക്ക് വന്നു ചേരുമ്പോൾ അർദ്ധരാത്രിയിൽ ആരും കാണാതെ പ്രാർത്ഥിക്കുവാനാണ്. അതായത് നിങ്ങൾക്കുള്ളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ ഒരു രഹസ്യമായി സൂക്ഷിക്കുകയെന്ന്. അത് പാഴാക്കി കളയാതെ ഉള്ളിൽ തന്നെ ഘനീഭവിക്കാൻ അനുവദിക്കുമ്പോൾ മാത്രമേ അത് യഥാർത്ഥ പരിവർത്തനത്തിലേക്ക് നയിക്കുകയുള്ളൂ. ആത്മീയ ഊർജം നമ്മിലേക്ക് വരുമ്പോൾ അത് മറ്റുള്ളവർക്ക് മുന്നിൽ വിളിച്ചു പറയുന്നതോടെ നമ്മൾ ആ ഊർജത്തെ വിൽക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങളുടെ പ്രശംസ ലഭിച്ചേക്കാം, പക്ഷേ ആന്തരികമായ ആ നിധി നമുക്ക് നഷ്ടമാകും. അതുകൊണ്ട് മൂന്നാം കണ്ണിലൂടെ വെളിപ്പെടുന്ന ആ നിഗൂഢ ലോകത്തെ അതീവ ജാഗ്രതയോടും വിനയത്തോടെയും ദർശിക്കുക. മറ്റുള്ളവരെ അടിമപ്പെടുത്തുവാനല്ല, മറിച്ച് നമ്മുടെ തന്നെ ബന്ധനങ്ങളിൽ നിന്ന് മോചിതനാകാനാണ് ഈ വെളിച്ചത്തെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മൾ തിരിച്ചറിയേണ്ട മൗലികമായ ഒരു സത്യമുണ്ട്. അത് നമ്മുടെ ശരീരവും മനസ്സും വിഭിന്നമായ രണ്ട് കാര്യങ്ങളല്ല, അവ ഒരേ ഊർജത്തിൻ്റെ രണ്ട് അവസ്ഥകൾ മാത്രമാണ് എന്നുള്ളതാണ്. ശരീരം എന്നത് ആ ഊർജത്തിൻ്റെ ഖരാവസ്ഥയാണെങ്കിൽ മനസ്സെന്നത് അതിൻ്റെ ദ്രാവക അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ശരീരത്തിൽ വരുത്തുന്ന ഓരോ മാറ്റവും മനസ്സിനെയും ബാധിക്കുന്നുണ്ട്. മനസ്സിലുണ്ടാകുന്ന ഓരോ ചലനവും നമ്മുടെ ശരീരത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യും. ഇതിനെയാണ് ആധുനിക മനഃശാസ്ത്രം ജെയിംസ് ലാൻഗെ സിദ്ധാന്തം എന്ന് വിളിക്കുന്നത്. നമ്മൾ ഭയപ്പെടുന്നത് കൊണ്ട് ഓടുകയല്ല, മറിച്ച് ഓടുന്നത് കൊണ്ട് ഭയം നമ്മെ പിടികൂടുകയാണ്. ഈ തത്വം പ്രായോഗികമായി മനസ്സിലാക്കാൻ ജപ്പാൻകാരുടെ ഒരു വിദ്യയുണ്ട്. ദേഷ്യം വരുമ്പോൾ അവർ ദീർഘമായി ശ്വസിക്കാൻ പറയും. കാരണം ദേഷ്യമെന്ന വികാരത്തിന് ഒരു പ്രത്യേക താളത്തിലുള്ള ശ്വസനം ആവശ്യമാണ്. അത് സ്പീഡായിരിക്കും. നമ്മൾ ബോധപൂർവം ആ താളം മാറ്റുമ്പോൾ ദേഷ്യത്തിന് നമുക്കുള്ളിൽ നിലനിൽക്കാൻ കഴിയില്ല. ഇതേ തത്വമാണ് നിരീക്ഷണ വിദ്യകളിലും പ്രവർത്തിക്കുന്നത്. നമ്മുടെ കണ്ണുകളുടെ ചലനം നിർത്തുമ്പോൾ മനസ്സിൻ്റെ ചിന്താ പ്രക്രിയയും തനിയെ നിലച്ചു പോകും. ഈ യാത്രയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കണ്ണുകളുടെ വിശ്രാന്തിയെക്കുറിച്ചാണ്. പലപ്പോഴും വിദ്യകൾ ചെയ്യുമ്പോൾ നമ്മൾ കണ്ണുകൾ ഇറുക്കി അടയ്ക്കാറുണ്ട്, അല്ലേ? എന്നാൽ ബലം പ്രയോഗിച്ചു ചെയ്യുന്ന ഒന്നും തന്നെ നമ്മെ ആത്മീയതയിലേക്ക് നയിക്കില്ല. കൺപോളകൾ ഇറുക്കി അടയ്ക്കാതെ
അവ തനിയെ അടയുവാനായി നമ്മൾ വിട്ടുകൊടുക്കുക. ഒരു പൂ വിരിയുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു ഇല തനിയെ മണ്ണിൽ വീഴുന്നത് പോലെയോ അതീവ മൃദുവായിരിക്കണം. മുഖത്തെ മാംസപേശികൾ വലിഞ്ഞു മുറുകിയാൽ ഊർജം അവിടെ തടസ്സപ്പെടും. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മുടെ മുഖത്തെയും കണ്ണുകളെയും അയച്ചിടണം. ഒന്നും തന്നെ ചെയ്യാതെ ശാന്തമായിരിക്കുമ്പോൾ കാഴ്ചകൾ തനിയെ ഉള്ളിലേക്ക് തിരിയാൻ തുടങ്ങും. ഇവിടെയാണ് ഇരുട്ടിന്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയുന്നത്. നോക്കൂ, ഇരുട്ടെന്നത് ഭയപ്പെടുവാനുള്ള ഒന്നല്ല, മറിച്ച് ഏറ്റവും വലിയ വിശ്രാന്തി നൽകുന്ന ഒന്നാണ്. അതിനായി നമുക്ക് നിശബ്ദമായ ഒരു മുറിയിൽ ഇരുട്ടിലേക്ക് നോക്കി ഇരിക്കാവുന്നതാണ്. ഇരുട്ടിനെ സ്നേഹിക്കുക. പുറത്ത് ഒന്നും തന്നെ കാണാനില്ലാതെ വരുമ്പോൾ കണ്ണുകൾ സ്വാഭാവികമായും വിശ്രമത്തിലേക്ക് നീങ്ങും. എല്ലാം മരിച്ചു കഴിഞ്ഞുവെന്നും താൻ അഗാധമായ ഇരുട്ടിന് നടുവിലാണെന്നും അനുഭവിക്കുമ്പോൾ പുറത്തേക്ക് പാഴായിപ്പോയിരുന്ന ആ ഊർജം ഉള്ളിൽ കുമിഞ്ഞുകൂടാൻ തുടങ്ങും. ആ ഊർജം നമ്മുടെ മൂന്നാം കണ്ണിൽ വന്ന് മുട്ടുമ്പോൾ ഒരു ഇളം ചൂട് നമ്മൾ അനുഭവിച്ചേക്കാം. അത് ദ്രാവക രൂപത്തിലുള്ള അഗ്നി ഒരു പുതിയ വഴി കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ്. ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ അഗ്നി ജ്വലിച്ചു തുടങ്ങുമ്പോൾ ഭാവനയെക്കുറിച്ച് നമ്മൾ അതീവ ജാഗ്രത പാലിക്കണം. പലരും കണ്ണുകളടച്ച് ധ്യാനിക്കുമ്പോൾ കൃഷ്ണനെയോ വെളിച്ചത്തെയോ കണ്ട് എന്ന് അവകാശപ്പെടാറുണ്ട്. എന്നാൽ മിക്കവാറും ഇവയെല്ലാം തന്നെ നമ്മുടെ മനസ്സ് സൃഷ്ടിക്കുന്ന മനോഹരമായ സ്വപ്നങ്ങൾ മാത്രമാണ്, ആഗ്രഹങ്ങൾ മാത്രമാണ്. ഇത്തരം ഭാവനകൾ നമ്മുടെ ആത്മീയ വളർച്ചയെ തടസ്സപ്പെടുത്തും. നമ്മൾ ശരിക്കും ആ വെളിച്ചത്തെ ദർശിക്കുകയാണെങ്കിൽ നമ്മൾ പരിവർത്തിതനായ ഒരു മനുഷ്യനായി മാറും. നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ആ മാറ്റം പ്രകടമാകും. ഭാവനയിൽ കാണുന്ന വെളിച്ചം നമ്മെ മാറ്റുന്നില്ല, അത് നമ്മെ ഒരു ആത്മീയ അഹംഭാവിയാക്കി മാറ്റുകയുള്ളൂ. യഥാർത്ഥത്തിൽ മൂന്നാം കണ്ണ് തുറക്കുമ്പോൾ കാണുന്ന പ്രകാശം എന്നത് ഉറവിടമില്ലാത്ത പ്രകാശമാണ്. അത് സൂര്യനിൽ നിന്നോ ഒരു വിളക്കിൽ നിന്നോ വരുന്നതല്ല. ഉദയത്തിന് തൊട്ടു മുൻപുള്ള പ്രഭാതം പോലെ, സന്ധ്യാസമയത്ത് മങ്ങുന്ന വെളിച്ചം പോലെ അത് നിങ്ങൾക്കുള്ളിൽ നിറയും. ഭാവനകളെ ചെറുത്ത് നിൽക്കുക, കാത്തിരിക്കുക എന്നതാണ് ഈ വിദ്യയുടെ അവസാന മന്ത്രം. മുന്നോട്ട് ചാടാതിരിക്കുക, ഒന്നും തന്നെ സങ്കല്പിക്കാതിരിക്കുക. ആ അഗ്നി പ്രകാശമായി മാറുന്ന നിമിഷം വരെ ക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ നമ്മൾ മരണമില്ലാത്ത ആ മഹാസത്യത്തോട് അടുക്കും. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് വിദ്യ എന്നത് ഒരു പ്രവൃത്തിയല്ല, മറിച്ച് അതൊരു കാത്തിരിപ്പാണെന്നാണ്. ആന്തരികമായ ആ വാതിൽ തനിയെ തുറക്കപ്പെടുമ്പോൾ നമ്മളൊരു പുതിയ മനുഷ്യനായി പുനർജനിക്കും. ഈ യാത്രയുടെ അന്ത്യത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നത് ഉറവിടമില്ലാത്ത ആ വെളിച്ചത്തിന് മുന്നിലാണ്. നമ്മൾ ഇതുവരെ കണ്ട വെളിച്ചങ്ങളെല്ലാം സൂര്യനിൽ നിന്നോ വിളക്കുകളിൽ നിന്നോ വരുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അവയ്ക്ക് നിഴലുകളും ഉണ്ടായിരുന്നു. എന്നാൽ മൂന്നാം കണ്ണിലൂടെയുള്ള ആന്തരിക ദർശനം നമുക്ക് നൽകുന്നത് നിഴലുകളില്ലാത്ത, ഒരു ഉറവിടവുമില്ലാത്ത ശുദ്ധമായ പ്രകാശമാണ്. ഈ പ്രകാശത്തെ ദർശിക്കുന്ന നിമിഷം നമ്മൾ മറ്റൊരു മനുഷ്യനായി മാറുകയാണ്. അവിടെ നമുക്ക് കൃഷ്ണനെയോ ബുദ്ധനെയോ കാണാൻ കഴിയില്ല. കാരണം കാണുന്നവനും കാണപ്പെടുന്നവനും ഒന്നായി മാറുന്ന നിമിഷമാണ് അവിടെ. പലരും തങ്ങൾ ദൈവത്തെ കണ്ടു എന്ന് അവകാശപ്പെടുന്നത് അവരുടെ മനസ്സിന്റെ ഭാവനകൾ മാത്രമാണ്. ഭാവനകൾ നമ്മെ പഴയതുപോലെ തന്നെ നിലനിർത്തുകയാണ് ചെയ്യുക. എന്നാൽ യഥാർത്ഥ അനുഭവം നമ്മെ വേരോട് പിഴുതെറിയുകയും പുതിയൊരു ചൈതന്യമായി പുനർജനിപ്പിക്കുകയും ചെയ്യും. നമ്മൾ ആ വെളിച്ചമായി മാറുമ്പോൾ ഇത്രയും കാലം നമ്മൾ അറിഞ്ഞ ഈ ലോകം ഒരു നിഴൽ പോലെ അപ്രത്യക്ഷമാകുന്നത് നമ്മൾ തിരിച്ചറിയും. ഇവിടെയാണ് ശങ്കരാചാര്യർ പറഞ്ഞ ഈ ലോകത്തെ മായ എന്ന് വിളിച്ചതിൻ്റെ പൊരുൾ നമുക്ക് ബോധ്യപ്പെടുക. ലോകമില്ല എന്നല്ല അതിനർത്ഥം, മറിച്ച് നമ്മൾ നമ്മുടെ ആത്മബോധത്തിലേക്ക് ഉണരുമ്പോൾ ഈ ഭൗതിക ലോകം നമുക്ക് മുൻപിൽ അപ്രത്യക്ഷമാകുന്നു എന്നതാണ് ഇത് അർത്ഥമാക്കുന്നത്. നമ്മൾ ആ ചിത്രത്തിൽ വൃദ്ധയെ കാണുമ്പോൾ യുവതി മറയുന്നത് പോലെ നമ്മൾ നമ്മെ തന്നെ ദർശിക്കുമ്പോൾ ഈ ലോകം മറയുകയാണ്. ഈ വിദ്യയിലൂടെ നമ്മൾ നമ്മുടെ ശരീരത്തിനുള്ളിലെ ഒരു തടവുകാരനല്ല എന്ന് തിരിച്ചറിയുകയാണ്. നമ്മൾ നമ്മുടെ ശരീരത്തെ ഉപയോഗിക്കുന്ന, എന്നാൽ അതിൽ ഒട്ടും തന്നെ മുഴുകാത്ത ഒരു രാജാവിനെ പോലെയാണ്. ഒരു ബസ്സിലോ
ഒരു തീവണ്ടിയിലോ യാത്ര ചെയ്യുമ്പോൾ പോലും ഒരു സാക്ഷിഭാവം നമുക്ക് നിലനിർത്താൻ സാധിക്കുമെന്ന് നമ്മൾ പഠിച്ചു. പുറത്തെ കാഴ്ചകൾ മായുമ്പോഴും ഉള്ളിലെ ആ വെളിച്ചം കെടാതെ സൂക്ഷിക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥ ധ്യാനം. നമ്മളിവിടെ ഓർക്കേണ്ടത് ഈ വിദ്യകൾ നമ്മുടെ അഹംബോധത്തെ പോഷിപ്പിക്കാനുള്ളതല്ല എന്നാണ്. മൂന്നാം കണ്ണ് ഉണരുമ്പോൾ ലഭിക്കുന്ന ശക്തികൾ മറ്റുള്ളവരെ അടിമപ്പെടുത്താൻ ഉപയോഗിച്ചാൽ നമ്മൾ നമ്മുടെ ആത്മീയ സമ്പാദ്യം പാഴാക്കുകയാണ് ചെയ്യുന്നത്. വിനയവും സ്നേഹവും ഇല്ലാത്ത അറിവ് ഒരു ഭാരമാണെന്നേ. അതുകൊണ്ട് തന്നെ ഊർജം നമ്മിൽ നിറയുമ്പോൾ അതൊരു രഹസ്യമായി സൂക്ഷിക്കണം. അതിനെ നമുക്കുള്ളിൽ തന്നെ പാകമാകാൻ അനുവദിക്കണം. ഒരു പുഷ്പം വിരിയുന്നത് പോലെ അതിൻ്റെ സുഗന്ധം തനിയെ ലോകത്തേക്ക് പടരുന്നത് പോലെയാകണം നമ്മുടെ ഓരോ മാറ്റവും. നമ്മൾ പറയുന്നത് കൊണ്ടല്ല, മറിച്ച് നമ്മുടെ സാന്നിധ്യം കൊണ്ട് ഈ ലോകം നമ്മെ തിരിച്ചറിയണം. നീ നിനക്ക് തന്നെ ഒരു വിളക്കാകുക എന്ന ബുദ്ധന്റെ വചനം നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും മുഴങ്ങട്ടെ. നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ പൂർത്തിയാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിദ്യ എന്നത് ഒരു പ്രവൃത്തിയല്ല, മറിച്ച് അതൊരു സമർപ്പണമാണ് എന്നതാണ്. കണ്ണുകൾ അവിടെ നിശ്ചലമാകട്ടെ, മനസ്സ് ശാന്തമാകട്ടെ, ഉള്ളിലെ ആ മഹാകാശം നമുക്ക് മുന്നിൽ വെളിപ്പെടട്ടെ. ഈ വിദ്യകൾ കേവലം അറിവായി സൂക്ഷിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും ഒരു ധ്യാനമായി കൊണ്ടു നടക്കുക. നമ്മൾ ഒന്നിച്ചു നടത്തിയ ഈ യാത്രയിൽ പങ്കാളികളായ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങൾക്കുള്ളിലെ ആ പരമമായ ചൈതന്യത്തിന് മുന്നിൽ ഞാൻ വന്ദനമർപ്പിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ ദിവ്യബോധം. നന്ദി, നമസ്കാരം.